കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തനാണ്. രഹസ്യ നീക്കങ്ങളെല്ലാം മാത്യു കുഴൽനാടൻ അറിയുന്നു. ഇതെങ്ങനെയെന്ന് തലപുകയ്ക്കുകയാണ് മുഖ്യമന്ത്രിയും മകളും. ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം. ഇതോടെ കൂട്ടത്തിലെ ഒറ്റുകാരനെ ഉടനെ കണ്ടെത്താൻ പിണറായി ഉത്തരവിട്ടിരിക്കുന്നത്. പാർട്ടിയിൽ പിണറായിക്ക് എതിരാളികൾ കൂടി വരികയാണ്. വീണയെ സഹായിക്കാൻ പാർട്ടി നിൽക്കേണ്ടതില്ലെന്ന അഭിപ്രായക്കാർ ഏറെയാണ്. പാളയത്തിൽ പടയൊരുങ്ങി നിൽപ്പുണ്ട്. ആരാണ് അച്ഛനും മകൾക്കും പാര വയ്ക്കുന്നതെന്ന് വ്യക്തമല്ല. പക്ഷെ കൂട്ടത്തിൽ നിന്നൊരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ പണിവെക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത കരിമണൽ ഖനനം നടത്തിയത് CMRLനെ സഹായിക്കാനായിരുന്നെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചിരുന്നു. രേഖ സഹിതമായിരുന്നു കുഴൽനാടന്റെ ആരോപണം. മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തുവരുന്നത് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെയും വീണയുടെയും മുഖ്യ ശത്രുവാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിന്റെ പക്കലാണ് തെളിവുകൾ പലതും എത്തുന്നത്. ഇത് വീണയ്ക്ക് കുരുക്കാണ്. വെറും ആരോപണങ്ങളല്ല, തെളിവുകൾ നിരത്തിയാണ് കുഴൽനാടൻ വാദം ഉയർത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കുഴൽനാടൻ കത്തിക്കയറുന്നത് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്നതാണ്. മാത്യു കുഴൽനാടനിലേക്ക് എങ്ങനെ പല തെളിവുകളും എത്തുന്നു എന്നതാണ് മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചിരിക്കുന്നത്. കുട്ടനാട് വിഷയവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും മാത്യു കുഴൽനാടന്റെ പക്കലുണ്ട്. CMRLനെ സഹായിക്കാനായി പിണറായി വിജയനും മകളും ചേർന്ന് നടത്തിയ പല ഇടപാടുകളുടെയും രേഖകളാണ് കുഴൽനാടൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. 2017 75 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന CMRL 4 വർഷത്തിനിടെ 56 കോടിയുടെ ലാഭത്തിൽ എത്തിയത് കരിമണലിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. CMRL പണം നൽകിയവരുടെ പട്ടികയിലുള്ള PV പിണറായി വിജയനാണ്. നിസാര വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭ്യമാക്കിയതിനുള്ള പ്രതിഫലമായാണ് വിജയന് CMRL പണം നൽകിയതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. ഈ ആരോപണത്തിന് കരുത്തു പകർന്ന ഫയൽ എങ്ങനെ കുഴൽനാടന് കിട്ടി എന്നതാണ് നിർണായകം. ഇത് കണ്ടെത്താൻ അനൌദ്യോഗിക അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വൻ നഷ്ടം ഒഴിവാക്കാൻ ഇൽമനൈറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് CMRLലെ സംയുക്ത തൊഴിലാളി യൂണിയൻ 2017 ഫെബ്രുവരി 6 മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഉചിത നടപടിക്കായി മാർച്ച് 8 മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചു. എന്നാൽ CMRLന്റെ ഉപകമ്പനിയായ KREMLന്റെ പേരിൽ മൈനിംഗ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി. തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കുഴൽനാടന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഫയൽ കുറിപ്പടക്കം കുഴൽനാടന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെങ്ങനെയെന്നതാണ് മുഖ്യമന്ത്രിയെയും ശിങ്കിടികളെയും ഞെട്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും CMRL പണം നൽകിയത് ഈ ഇടപാടിന് വേണ്ടിയാണെന്ന് വരുത്താനാണ് കുഴൽനാടന്റെ നീക്കം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും രേഖകൾ. പണം വാങ്ങിയതിന് തെളിവുണ്ട്. എക്സാലോജിക് സേവനം നൽകിയില്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ചോർന്നു പോകുന്നത്.